വെൽക്കം ടു സോളജി ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ഫെർട്ടിലൈസേഷന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സൈഗോട്ടിൽ സംഭവിക്കുന്നതെന്നും യൂട്രസിൽ എത്തുന്നവരെ എന്തൊക്കെ മാറ്റങ്ങൾ എംബ്രിയോയ്ക്ക് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ അതിനുശേഷം എംബ്രിയോയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് ഒരു എംബ്രിയോ യൂട്രസിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ കണ്ടു. അവിടെ ബ്ലാസ്റ്റോസിസ്റ്റിലെത്തി 2 ദിവസത്തിന് 3 ദിവസത്തിനുള്ളിൽ ഇംപ്ലാന്റേഷൻ സംഭവിക്കും. എന്താണ് ഇംപ്ലാന്റേഷൻ? അറ്റാച്ച്മെന്റ് ഓഫ് ദി എംബ്രിയോ with the endometrium or the wall of the uterus is called implantation. അപ്പോൾ ഇത് സഹായിക്കുന്നത് ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റ് എന്ന ലെയറാണ്. അപ്പോൾ അവിടെ ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നു, യൂട്രൈൻ വോളുമായി അറ്റാച്ച് ചെയ്യുന്നു. യൂട്രൈൻ വോളുമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാകും. ട്രോഫോബ്ലാസ്റ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നു, ട്രോഫോബ്ലാസ്റ്റ് സെല്ല് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നു, ഇന്നർ സെൽ മാസും ഡെവലപ്പ് ചെയ്യുന്നു. അതോടൊപ്പം ട്രോഫോബ്ലാസ്റ്റ് സെൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും അവിടെ കോറിയോൺ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടാവുകയും ചെയ്യും. കോറിയോൺ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടാവുകയും ചെയ്യും. After the formation of this chorion produces finger-like projections. And these finger-like projections penetrate deep into the walls of the uterus. And interdigitate with the uterine tissue. ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ നമ്മൾ കോറിയോണിക് വില്ലൈ എന്നാണ് പറയുന്നത്. Chorionic villi എന്ന് വിളിക്കുന്നു. Chorionic villi. So what are chorionic villi? These are the finger-like projections of the chorion or the embryo which penetrates deep into the uterine wall and interdigitate. അതായത് യൂട്രൈൻ ടിഷ്യൂമായി അത് ഇഴുകി ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ chorionic villi എന്ന് വിളിക്കുക. Then later a special tissue, a special structure develops where uterine tissue and the embryo, the chorionic villi, interdigitate and form a special tissue called placenta. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ടിഷ്യൂ ഉണ്ടാകുന്നതിന് നമ്മൾ പ്ലാസെന്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ പ്ലാസെന്റ ഉണ്ടാകുന്നത് എംബ്രിയോയുടെ ഭാഗങ്ങളും യൂട്രൈൻ വാളും ചേർന്നിട്ടാണ്. അപ്പോൾ എംബ്രിയോയുടെ ഭാഗം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കോറിയോണിക് വില്ലയാണ്. അപ്പോൾ കോറിയോണിക് വില്ലയും യൂട്രൈൻ വാളും കൂടി ചേർന്ന് ഒരു സ്പെഷ്യൽ ടിഷ്യൂ ആയി മാറും. ആ ടിഷ്യൂവിനാണ് നമ്മൾ വിളിക്കാം പ്ലാസെന്റ എന്ന് വിളിക്കാം. And the placenta, it is the placenta that connects the mother with the child. അതായത് ഫീറ്റസ് എന്ന് പറയുന്നതാണ് ഗ്രോയിങ് എംബ്രിയോ, അതിനാണ് നമ്മൾ ഫീറ്റസ് എന്ന് വിളിക്കുക. അപ്പോൾ ഫീറ്റസിനെയും അമ്മയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടിഷ്യൂ ആണ് പ്ലാസെന്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസെന്റയിൽ കൂടിയാണ് കുട്ടിക്ക് ആവശ്യമായ പോഷകാംശങ്ങളൊക്കെ അമ്മയിൽ നിന്നും കിട്ടുക. അവിടെ പ്ലാസെന്റയിൽ ധാരാളം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, ഹൈലി വാസ്കുലറൈസ്ഡ് ആണ്. അവിടെ അമ്മയുടെ ബ്ലഡ് ക്യാപ്പിലറീസും കുട്ടിയുടെ ബ്ലഡ് ക്യാപ്പിലറീസും തമ്മിൽ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരികയും എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് അവിടെ നടക്കുകയും ചെയ്യണം. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് എന്നാണ് നമുക്ക് കൂടുതൽ കറക്റ്റായി വിളിക്കുക. കാരണം ന്യൂട്രിയൻസ് മാത്രമല്ല, ഇപ്പോൾ എല്ലാ ന്യൂട്രിയൻസും അമ്മയിൽ നിന്ന് കുട്ടി കിട്ടുന്നു, ഓക്സിജൻ കിട്ടുന്നു, അതുപോലെ എല്ലാം വെള്ളം, അതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ്, മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽ അമ്മയുടെ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അതും ഈ പ്ലാസെന്റ വഴിയാണ്. ഓക്കെ,
അപ്പോൾ പ്ലാസൻ്റ, ഇതാണ് പ്ലാസൻ്റയുടെ ഒരു ഫംഗ്ഷൻ. കുട്ടിയും അമ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കുട്ടിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അതുപോലെ എല്ലാ എസെൻഷ്യൽ സബ്സ്റ്റൻസും അമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്നു. കുട്ടിയുടെ ശരീരത്തിലെ വേസ്റ്റ് അമ്മയുടെ ബ്ലഡിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനും പ്ലാസൻ്റ സഹായിക്കുന്നു. ഇനി അപ്പാർട്ട് ഫ്രം ദിസ് ഫംഗ്ഷൻ, പ്ലാസൻ്റ ഓൾസോ ആക്ട്സ് ആസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ പ്ലാസൻ്റ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് കൂടി ഫംഗ്ഷൻ ചെയ്യും. അപ്പോൾ ഏതൊക്കെ ഹോർമോൺസ് ആണ് പ്ലാസൻ്റ ഉത്പാദിപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലാസൻ്റ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസ്, ഒന്ന് HCG എന്ന് പറയുന്ന ഹോർമോണാണ്. എന്താണ് HCG? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ എന്നാണ് ഇതിന്റെ പേര്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ എന്ന് വിളിക്കുന്ന ഒരു ഹോർമോൺ പ്ലാസൻ്റ ഉത്പാദിപ്പിക്കുന്നു. ഈ HCG especially in the initial stages of pregnancy will be produced and that will be eliminated through the urine. അപ്പോൾ യൂറിനിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഏർലി സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി തന്നെ HCG സാന്നിധ്യം യൂറിൻ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. പ്രഗ്നൻസി ടെസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രൊസീജിയറാണ്, ഈ ഒരു പ്രിൻസിപ്പിളാണ്. അതായത് ഇംപ്ലാന്റേഷൻ നടന്ന് അധികം വൈകാതെ തന്നെ ഈ HCG ഉത്പാദിപ്പിച്ചോളും. അപ്പോൾ HCGയുടെ സാന്നിധ്യം യൂറിനിലുണ്ട് എന്ന് പറഞ്ഞാൽ that indicates that is a clear evidence of pregnancy. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റുകളിലെല്ലാം ഈ HCGയുടെ സാന്നിധ്യം, യൂറിനിലെ HCGയുടെ സാന്നിധ്യമാണ് പരിശോധിക്കുക. അപ്പോൾ യൂറിനിൽ HCG ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? that woman is pregnant എന്നാണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ പ്രൊജസ്ട്രോണിന്റെ അതേ ഫംഗ്ഷൻ, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, എൻഡോമെട്രിയം ശക്തിപ്പെടുത്തുക, പ്ലാസൻ്റ രൂപപ്പെടുന്നതിന് സഹായിക്കുക. അപ്പോൾ ഇങ്ങനെ പ്ലാസൻ്റ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് സഹായിക്കുക. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ. ഇനി മറ്റൊന്നാണ് HPL. ഹ്യൂമൻ പ്രോലാക്റ്റിൻ എന്ന് വിളിക്കുന്ന ഒരു ഹോർമോൺ, അത് പ്ലാസൻ്റ ഉത്പാദിപ്പിക്കുന്നു. ഇത് മാമറി ഗ്ലാൻസിനെ കൂടുതൽ എൻലാർജ് ചെയ്യിപ്പിക്കുകയും മാമറി ഗ്ലാൻസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഹോർമോണാണ് HPL. നമുക്കറിയാം പ്രഗ്നൻസി സമയത്ത് മാമറി ഗ്ലാൻസ് ഡെവലപ്പ് ചെയ്യും, മാമറി ഗ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും, അത് പാൽ ഉത്പാദിപ്പിക്കാൻ കൂടുതൽ സജ്ജമാകുന്നതൊക്കെ നമുക്കറിയാം. അതിന് സഹായിക്കുന്നത് ഈ HPL എന്ന് പറയുന്ന ഹോർമോണാണ്. അത് പ്ലാസൻ്റ ഉത്പാദിപ്പിക്കുന്നത്. മറ്റൊന്ന് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ നമുക്ക് ഓവറി ഉത്പാദിപ്പിക്കുന്നതാണ്, അത് കൂടാതെ പ്ലാസൻ്റയും ഉത്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ 4 ഹോർമോൺസ് ആണ് പ്രധാനമായിട്ടും പ്ലാസൻ്റ ഉത്പാദിപ്പിക്കുന്നത്. HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ, ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇനി ഓവറി ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നുണ്ട്. പ്രഗ്നൻസി സമയത്ത് ഓവറി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് റിലാക്സിൻ. ഈ റിലാക്സിൻ സെർവിക്സിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കണം, പ്യൂബിക് ഏരിയയെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും പാർച്ചുലേഷൻ സുഗമമാക്കാൻ, അതായത് ഡെലിവറി സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഹോർമോണാണ് റിലാക്സിൻ. ഇത് ഓവറി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ, അപ്പോൾ ഈ ഹോർമോണുകൾ, ഇതിൽ 3 ഹോർമോണുകൾ HCG, HPL produced by placenta and relaxin produced by the ovary. These 3 hormones are produced in a female only at the time of pregnancy. അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മാത്രം ഒരു സ്ത്രീ ഉത്പാദിപ്പിക്കുന്ന 3 ഹോർമോണുകളാണ് HCL, HPL ആൻഡ് റിലാക്സിൻ. ഈ 2 ഹോർമോൺ ഓവറിയും ഉത്പാദിപ്പിക്കും. അത് റീപ്രൊഡക്റ്റീവ് സൈക്കിളിൽ ത്രൂ ഔട്ട് ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇത് ഉത്പാദിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഓക്കെ, പ്രഗ്നൻസി സമയത്ത് പ്ലാസൻ്റ ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കുകയും ചെയ്യും. ഇനി ഈ ഹോർമോണെ കൂടാതെ പ്രഗ്നൻസി പീരീഡിൽ മറ്റു ഹോർമോണുകളുടെ അളവുകളും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നു, അതുപോലെ അഡ്രിനൽ ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നു. ഇങ്ങനെ മറ്റു ഹോർമോണുകളുടെ
അളവിലും വ്യത്യാസങ്ങളുണ്ട്, ഏറ്റക്കുറച്ചിലുകൾ സാധാരണ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഇനി ഡെവലപ്മെന്റ്, എംബ്രിയോയുടെ ഡെവലപ്മെന്റ് പുരോഗമിക്കുന്നു. അതിന്റെ ഫലമായി എംബ്രിയോയിൽ ഒരു 3 ലേയേഴ്സ് രൂപപ്പെടുന്നു. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വി ആർ ട്രിപ്ലോപ്ലാസ്റ്റിക് ഓർഗാനിസംസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? All our organs and organ systems, all tissues are developed from 3 germ layers: ectoderm, endoderm and mesoderm. അപ്പോൾ അടുത്ത പടി എന്ന് പറയുന്നത് ഈ എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നർ സെൽ മാസ് ഡെവലപ്പ് ചെയ്ത്, ഇന്നർ സെൽ മാസ് ആണല്ലോ എംബ്രിയോ പ്രോപ്പർ എന്ന് വിളിക്കുന്നത്, ആ ഇന്നർ സെൽ മാസ് ഫർദർ ഡെവലപ്പ് ചെയ്ത്, ഫർദർ ഡിവൈഡ് ചെയ്ത് 3 ലേയേഴ്സ് ആയിട്ട് രൂപപ്പെടുന്നു: എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. പിന്നീട് എക്ടോഡേമിനും എൻഡോഡേമിനും മീസോഡേമിനും പ്രോളിഫറേഷൻ സംഭവിക്കുകയും ഇതിൽ നിന്നും പലതരത്തിലുള്ള ഓർഗൻസ്, ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഒരു ഫീമെയിലിന് പ്രഗ്നൻസി പീരിയഡ് എന്ന് പറയുന്നത് നമ്മളതിനെ ഗസ്റ്റേഷൻ എന്നാണ് വിളിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗസ്റ്റേഷൻ എന്ന് വിളിക്കണം. ഗസ്റ്റേഷൻ. ഇപ്പോൾ ഫീമെയിലിൽ ഓരോ മമ്മലിയൻ ഫീമെയിൽസിലൊക്കെ ഗസ്റ്റേഷൻ പീരീഡ് വ്യത്യാസമാണ്. ഹ്യൂമൻ ഫീമെയിലിന് ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അറൌണ്ട് 285 days. 285 days ആണ്. ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി മോർ ദാൻ 9 months എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയാണ് ഗസ്റ്റേഷൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗസ്റ്റേഷൻ പീരീഡിൽ ധാരാളം മാറ്റങ്ങൾ എംബ്രിയോയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നാമത്തെ മാസം, 1 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ മാസം കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഫീറ്റൽ ഹാർട്ട്, അതായത് എംബ്രിയോയിൽ ഒരു ഹാർട്ട് രൂപപ്പെടുന്നു. ആ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും 2 ഹാർട്ട് ബീറ്റ് സിമൾട്ടേനിയസ്ലി കേൾക്കാൻ പറ്റും. ഒന്ന് അമ്മയുടെ, മറ്റൊന്ന് ഫീറ്റസിൻ്റെ. ഇപ്പോൾ ഒന്നാമത്തെ മാസം തന്നെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യും. 2ാമത്തെ മാസം ലിംസ് രൂപപ്പെടുന്നു. കൈകാലുകൾ ചെറിയ പ്രൊട്രൂഷൻസ് ആയി, ചെറിയ മുഴകളായി രൂപപ്പെടുന്നു 2ാമത്തെ മാസം. 3ാമത്തെ മാസത്തെ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നാണ് വിളിക്കുക. ഫസ്റ്റ് ട്രൈമസ്റ്റർ. എന്താണ് ട്രൈമസ്റ്റർ? സെമസ്റ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ചില കോഴ്സുകളൊക്കെ സെമസ്റ്റർ ആയിട്ടാണ് പറയുക. ഒരു പീരീഡ് ഓഫ് 6 monthsനെയാണ് നമ്മൾ സെമസ്റ്റർ എന്ന് വിളിക്കുക. പീരീഡ് ഓഫ് 3 monthsനെയാണ് നമ്മൾ ട്രൈമസ്റ്റർ എന്ന് വിളിക്കുക. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ ഓർഗൻസും ഓർഗൻ സിസ്റ്റവും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ട്രൈമസ്റ്റർ 3 മാസം ആകുമ്പോൾ തന്നെ മിക്കവാറും എല്ലാ ഓർഗൻസും ഓർഗൻ സിസ്റ്റവും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 5th month ഫീറ്റസിന്റെ ഫസ്റ്റ് മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 5th monthലാണ്. 5ാമത്തെ മാസം മുതൽ നമുക്ക് ഫീറ്റസിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തലയിലെ മുടി, ഹെയർ ഓൺ ദ ഹെഡ് ഡെവലപ്സ് ഇൻ ദ 5th month. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 months ആണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ. ഓർഗൻസ് ഒക്കെ പൂർണ്ണമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടാവും. ബോഡി മുഴുവൻ ഹെയർ ഡിസ്ട്രിബ്യൂഷൻ, ബോഡിയിലൊക്കെ ഹെയർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. പിന്നീട് 7, 8, 9 മാസങ്ങളിൽ വളർച്ച, ഇതിൻ്റെ ഈ മാറ്റങ്ങളൊക്കെ പരിപൂർണതയിലേക്ക് എത്തുകയും കുട്ടി പൂർണ്ണ വളർച്ച എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ കുട്ടിയെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പാർച്വറേഷൻ എന്നാണ് വിളിക്കുക. പാർച്വറേഷൻ. എന്താണ് പാർച്വറേഷൻ? ഡെലിവറിങ് ദ ചൈൽഡ്. ആ പ്രോസസ്സിനാണ് പാർച്വറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ പാർച്വറേഷൻ ഹാപ്പൻസ് ബൈ ദ വിഗറസ് കൺട്രാക്ഷൻ റിലാക്സേഷൻ ഓഫ് ദ യൂട്രൈൻ മസിൽ. ഇപ്പോൾ യൂട്രസിന്റെ മിഡിൽ ലെയർ നമുക്കറിയാം മയോമെട്രിയം. ഈ മയോമെട്രിയത്തിന്റെ വിഗറസ് കൺട്രാക്ഷൻ റിലാക്സേഷനാണ് കുട്ടിയെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കുക.
അങ്ങനെ പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് പാർച്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ കൺട്രാക്ഷൻ റിലാക്സേഷൻ സ്റ്റാർട്ട് തുടങ്ങുന്നത് ഫീറ്റസ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫീറ്റസിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു നെർവ് ഇമ്പൾസ് വഴിയാണ്. നമ്മളതിനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് വിളിക്കുക. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് വിളിക്കുന്നു. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഓക്സിറ്റോസിൻ ഹോർമോൺ. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നു. This oxytocin brings about contraction of the uterine muscle. അപ്പോൾ യൂട്രസിന്റെ മസിലിനെ, സ്മൂത്ത് മസിലിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് ഓക്സിറ്റോസിന്റെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഓക്സിറ്റോസിൻ കുറേശ്ശെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. യൂട്രൈൻ കൺട്രാക്ഷൻ ആരംഭിക്കുന്നു. അപ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻ തുടങ്ങുന്നതനുസരിച്ച് കൂടുതൽ യൂട്രൈൻ കൺട്രാക്ഷൻ തന്നെ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സ്റ്റിമുലസ് ആയിട്ട് മാറുകയും കൂടുതൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ച് കൂടുതൽ വിഗറസ് ആയിട്ടുള്ള കൺട്രാക്ഷൻ കൂടുതൽ വിഗറസ് ആയി മാറുന്നു. അങ്ങനെ യൂട്രൈൻ കൺട്രാക്ഷൻ വിഗറസ് ആവുന്നതനുസരിച്ച് ഫീറ്റസ് യൂട്രൈൻ വാളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. യൂട്രൈൻ വാളിൽ നിന്നും പറഞ്ഞു വരുന്നു. നമുക്കറിയാം പ്ലാസന്റയെ കുട്ടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കോഡ് ഉണ്ട്. ആ കോഡ് നമ്മൾ അംബിലിക്കൽ കോഡ് എന്നാണ് പറയുക. അംബിലിക്കൽ കോഡ്, പുക്കിൾക്കൊടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ അംബിലിക്കൽ കോഡ് പ്ലാസന്റയിൽ നിന്നും പ്ലാസന്റെ അടക്കം പറഞ്ഞു വരുന്നു. അംബിലിക്കൽ കോഡ് ആയി കുട്ടി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടിയെ പുറത്തേക്ക് ഈ വിഗറസ് കൺട്രാക്ഷൻ, ഓക്സിറ്റോസിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിറ്റോസിൻ ക്രിയേറ്റ് ചെയ്യുന്ന വിഗറസ് കൺട്രാക്ഷന്റെ ഫലമായി കുട്ടി പുറത്തേക്ക് തള്ളപ്പെടുന്നു. അപ്പൊ അതിനാണ് നമ്മൾ പാർച്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷം പ്ലാസന്റയും കൂടി പുറത്തേക്ക് വരുന്നു. പ്ലാസന്റ ഓൾസോ ബി ഇൻജെക്റ്റഡ് ഔട്ട്സൈഡ്. ഓക്കെ, ഇപ്പൊ പുറത്തേക്ക് വന്ന കുട്ടിക്ക് നമുക്കറിയാം, കുട്ടിക്ക് ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലാണ്. പാല് ഉൽപാദനം തുടങ്ങി പാല് സംഭരിച്ച് വെച്ചിട്ടുണ്ടാവും. പാല് അതിന്റെ സെക്രീഷൻ കുട്ടി സക്കിൾ ചെയ്യുന്ന സമയത്ത്, നിപ്പിൾ സക്കിൾ ചെയ്യുന്ന സമയത്ത് ലാക്റ്റിഫറസ് ഡക്റ്റിൽ കൂടി, നമ്മൾ നേരത്തെ മാമറി ഗ്ലാൻഡ് സ്ട്രക്ചർ പഠിച്ചാണ്, ലാക്റ്റിഫറസ് ഗ്ലാൻഡിൽ കൂടി പാല് കുട്ടിയുടെ വായിലേക്ക് ഒഴുകിയെത്തുന്നു. when the baby suckles the nipple of the mammary gland. ഓക്കെ, ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ചില പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസത്തെ പാലിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ആ പാലിന് കൊളോസ്ട്രം എന്നാണ് വിളിക്കുക. കൊളോസ്ട്രം is a highly nutrient food for the baby. അപ്പോൾ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഒരു മികച്ച ഒരു ഭക്ഷണമാണ് കുട്ടിക്ക് കൊളോസ്ട്രം. അതിൽ ന്യൂട്രിയൻസ് മാത്രമല്ല, അമ്മയുടെ ശരീരത്തിലുള്ള ചില ആന്റിബോഡികളും കൊളോസ്ട്രത്തിലുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആന്റിബോഡീസ് ആണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ന്യൂ ബോൺ ബേബിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ശരീരത്തിൽ ആന്റിബോഡി ഒന്നും ഇല്ല. ഇമ്മ്യൂണിറ്റി വളരെ വീക്കായിരിക്കും. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് കുട്ടിയെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നത് അമ്മയുടെ ശരീരത്തിൽ ഉത്പാദിപ്പിച്ച ആന്റിബോഡിയാണ്. അത് ഈ കൊളോസ്ട്രത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ കുറച്ച് മാസം എങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിന്റെ കാരണം. ഒന്ന്, കുട്ടിക്ക് ആവശ്യമായ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് മുലപ്പാലിൽ കൂടി ലഭിക്കുന്നു, പ്രത്യേകിച്ച് കൊളോസ്ട്രത്തിൽ കൂടി. മറ്റൊന്ന്, അമ്മയുടെ ശരീരത്തിലെ ആന്റിബോഡി കുട്ടി കിട്ടുന്നത് ഈ മുലപ്പാലിൽ കൂടിയാണ്. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കുട്ടി വളരുന്നു. ഓക്കെ,
കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷിയും അതുപോലെ ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ മുലപ്പാൽ കൂടി കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.